വിശ്വവിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFE. സോ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ 4 ടീംസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ടീം എ ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ ഫ്രം തൃശൂർ. Next, I would like to invite Team B, Bhavans Thiruvankulam from Ernakulam. Team C, Emmanuel's HSS Kodanallur from Kottayam. Team D, GV HSS Makkaraparambu from Malappuram. നമ്മുടെ 4 ടീംസ് ഇവിടെ റെഡിയാണ്. ടീം എ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? My name is Anton Linto. My name is Chris Emmanuel Matthew. We're both from Devamata CMI International School. Actually, nice accent you have. Thank you. Team B. I'm Shikar. I'm studying in 9th. I am Kevin K. Rijoy, studying in class 11, and we are both from Bhavans Munshi Vidyasram, Thiruvankulam. Team C. എൻ്റെ പേര് കാർത്തിക് പി. ഞാൻ ഇമ്മാനുവൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശരൺ കെന്നഡി. ഞാൻ ഇമ്മാനുവൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. Nice. And moving on to D. എൻ്റെ പേര് ശിഫ. ഞാൻ ദിബ അഫിയ. ഞങ്ങൾ GVHS മക്കരപ്പറമ്പിൽ നിന്ന് വരുന്നു, മലപ്പുറം ജില്ല. നമ്മുടെ 4 ടീംസ് ഇവിടെ റെഡിയാണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ക്വിസിംഗ് വർക്ക്ഷോപ്പ് Q പോസിറ്റീവിന്റെ സൃഷ്ടാവ് നമ്മുടെ സ്വന്തം ക്വിസ് മാൻ സ്നേഹത് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ് ഡു ജോയിൻ വിത്ത് us. So let's move on to the first round, aura farming. അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ മത്സരത്തിൽ നിന്നും 2 ടീമുകൾ സെമി ഫൈനലിലേക്ക് നീങ്ങുന്നവരാണ്. ഓറ ഫാമിംഗിന്റെ റൂൾസ് നിങ്ങൾക്കറിയാം. ഒരു ടീമിനോട് ഡയറക്റ്റ് ചോദ്യം 100 പോയിന്റ്സ് ഫോർ എ ഡയറക്റ്റ് ആൻസർ ഓർ എ പാസ് ആൻസർ. പക്ഷെ നിങ്ങൾക്ക് പൗൺസ് ചെയ്യാം. പാസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ആ ചോദ്യം എത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പൗൺസ് ചെയ്ത് ഉത്തരങ്ങൾ എൻ്റർ ചെയ്യാം. പക്ഷേ ഉത്തരങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ദർ ഇസ് എ റിസ്ക്, ദർ ഇസ് എ -50 if it's wrong. 4 ടീമുകൾ ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ചോദ്യം അതേ ടീമിന് തന്നെ കിട്ടും. ഓൾറൈറ്റ്, ആരാണോ ശരി ഉത്തരം പറയുന്നത് അതിന്റെ അടുത്ത ടീമിനാണ് അടുത്ത ചോദ്യം ലഭിക്കുക. ഈ 2 റൂൾസ് ഓർക്കാം, പൗണ്ട്സ് ആൻഡ് പൗണ്ട്സ്. ഓൾറൈറ്റ്, ഹിയർ വി ഗോ. ഓറ ഫാമിംഗ് റൗണ്ട് 1, ക്വസ്റ്റ്യൻ നമ്പർ 1. ഓറ ഫാമിംഗിലെ ഒന്നാമത്തെ ചോദ്യം ആരംഭിക്കുന്നത് ഒരു വേർഡ് ഒറിജിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എത്തിയ ഈ വാക്കിനെ കുറിച്ചാണ്. ജുഗോനൗട്ട് എന്നാണ് ഈ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ. ഈ വേർഡ് അർത്ഥമാക്കുന്നത് എ ഹ്യൂജ്, പവർഫുൾ ആൻഡ് അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് എന്നാണ്. ജുഗനൗട്ട് എന്ന ഈ വാക്ക് ഇംഗ്ലീഷിലേക്ക് എത്തിയത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഒരു ചടങ്ങിൽ നിന്നാണ്. ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ്. വളരെ ഭീമാകാരമായത് എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഫോർ എക്സാമ്പിൾ, ദ ടെക് കമ്പനി ബിക്കം എ ജുഗനൗട്ട് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയും. വളരെ വലുത്, ഹ്യൂജ്, ജൈജാന്റിക്, മാമോത്ത് എന്നൊക്കെ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കാണിത്. എൻ്റെ ചോദ്യം ഇതാണ്, ഏത് ക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ചടങ്ങിൽ നിന്ന് ആണ് ഈ വാക്ക് ഉത്ഭവിച്ചത്? You can see the car of Juggernaut as depicted in the 1851 illustrated London reading book. ഇതാണ് അതിലേക്കുള്ള ക്ലൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ, ടീം ബി, ടീം സി, ടീം ഡി. ഇഫ് യു വാണ്ട് യു can go for it on the buzzer. ടീം സി is sponsing. ടീം പ്രസിഡ്. യെസ്, ടീം ബി is sponsing. ടീം ഡി, നിങ്ങൾ പോകുന്നുണ്ടോ? ടീം ഡി, നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, ഡോണ്ട് വറി, ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. എൻ്റർ യുവർ ആൻസേഴ്സ്. ടീം ബി ആൻഡ് സി പ്ലീസ് എൻ്റർ. 30 സെക്കൻഡിനുള്ളിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ടീം ബി ആൻഡ് ടീം സി, നിങ്ങൾ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്തോ? സബ്മിറ്റ് ചെയ്തു. ഓൾറൈറ്റ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടീം എ. എവിടെ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം? കുംഭമേള. Not Kumbhamela. Good attempt that was. So I have to pass you team B and C since both of you entered. 2 പേരും എൻ്റർ ചെയ്തത് കൊണ്ട് ഞാൻ പാസ് ചെയ്ത് ടീം ഡിയിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്കൊരു ഗസ് ചെയ്യാം, ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് ഈ വാക്ക് ഉദ്ഭവിച്ചത് എന്ന് പറയാം. വാക്കിന്റെ പേര് തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരം നിങ്ങൾക്ക് പറയാം. ഉത്തരങ്ങളാണെങ്കിലോ ഗസ് ആണെങ്കിലോ പാസ് ആണെങ്കിലോ ഒക്കെ മൈക്കിലൂടെ പറയും. പാസ് എന്നാണോ പറഞ്ഞത്? ഓൾ റൈറ്റ്, സോ ടീം ഡി പാസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ടീം ബിയും ടീം സിയും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നോക്കേണ്ടതുണ്ട്. ടീം ബി എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നോക്കാം. ടീം ബി എൻ്റർ ചെയ്ത ഉത്തരം ജഗന്നാഥ് ടെമ്പിൾ എന്നാണ്. ടീം സി എൻ്റർ ചെയ്ത ഉത്തരം പുരി ജഗന്നാഥ് ടെമ്പിൾ എന്നാണ്. 2 പേരും എൻ്റർ ചെയ്ത ഉത്തരം ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ജഗന്നാഥ് ടെമ്പിളിലെ പുരി രഥയാത്രയിലെ ഈ രഥത്തിൽ നിന്നാണ്. ജഗന്നാഥ് ഇസ് റൈറ്റ് ആൻസർ. അതിനാണ് ജഗന്നാഥ് എന്ന പേര് ഉത്ഭവിച്ചത്. വെൽ ഡൺ.
+100 to team B and +100 to team C. റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ടു യു ടീം എ. ഖാൻ മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ലേഡി, ദിസ് ഇസ് ദ മാസ്കട്ട് ഓഫ് എ പെർട്ടിക്കുലർ മെട്രോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു മെട്രോയുടെ മാസ്കറ്റ് ഭാഗ്യചിഹ്നമാണ്. നമ്മുടെ കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്താണ്? കൊച്ചിയിൽ നിന്ന് വന്ന ടീം പറയൂ, എന്താണ്? ഇതിന്റെ പേര് മിലു എന്നാണ്. മിലു എന്ന ആന. മറ്റൊരു മെട്രോയുടെ ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ മാസ്കറ്റ് ആണ്. ഇതിന്റെ പേര് മൈത്രി എന്നാണ്. ഇവർ ഈ പേരിടാൻ കാരണം 2012 ജൂലൈയിൽ ഫരീദാബാദിൽ നിന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ ഈ മെട്രോയിൽ വെച്ച് പ്രസവിക്കുകയും ഈ പ്രസവിച്ച കുട്ടിക്ക് മൈത്രി എന്ന് പേരിടുകയും ചെയ്തപ്പോൾ ഈ മെട്രോ ആ മൈത്രി എന്ന് പറഞ്ഞ കുട്ടിയെ തന്നെ അവരുടെ ഭാഗ്യചിഹ്നമായി എടുത്തു. എന്റെ ചോദ്യം ഇതാണ്, ഖാൻ മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏത് മെട്രോയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? അല്ലെങ്കിൽ ഏത് മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ചിത്രത്തിൽ കാണുന്ന മൈത്രി എന്ന പെൺകുട്ടി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ. ടീം ബി, സി ആൻഡ് ഡി ക്യാൻ എൻ്റർ യുവർ ആൻസേഴ്സ്. ടീം ബി, സി, ഡി നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടോ? എൻ്റർ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ, ദാറ്റ് ഈസ് ആൻഡൺ ലിൻറ്റോ ആൻഡ് ക്രിസ് ഇമാനുവൽ മാത്യു ഫ്രം തൃശൂർ, ദേവമാത CMI തൃശൂർ. You have a lot of metros in India. If you know where is Ghan Market, you know the answer. Delhi Metro. That is? Delhi. You think it's Delhi Metro? Yes. What made you think so? I recognize the logo. You recognize the logo? And the mascot. And the mascot. So that is the right answer, DMRC or Delhi Metro. Well done. Question number 3. 3 ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. 3 സിനിമകളുടെ മിനിമലിസ്റ്റ് പോസ്റ്റേഴ്സ് ആണ്. മലയാളത്തിലെ കൾട്ട് മൂവീസ് എന്ന് വിളിക്കുന്ന 3 സിനിമകൾ സീരീസ് ആണ്. ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണത്, തേർഡ് പാർട്ടാണ് വേറൊന്ന്. 1, 2, 3 സീരീസിലുള്ള ഈ 3 സിനിമകൾ ഏതൊക്കെയാണ് എന്നാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം ബി. ഒന്ന് ഗഫൂർ കാ ദോസ്ത് എന്നാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഒന്ന് കുട നന്നാക്കാനുണ്ടോ എന്നാണ്. വേറെ ഒന്ന് വി വാണ്ട് ക്ലോത്ത്സ് എന്നാണ്. മിനിമലിസ്റ്റ് പോസ്റ്ററുകൾ. ആ സിനിമയിലെ ഏതെങ്കിലും ഒരു രംഗമോ അല്ലെങ്കിൽ ഫേമസ് ഡയലോഗോ ആണ് അവിടെ കാണുക. സോ ഏതാണ് മലയാളത്തിലെ കൾട്ട് മൂവീസ് എന്നറിയപ്പെടുന്ന ഈ 3 സിനിമകൾ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം ബി. ഹു വാണ്ട്സ് ടു എൻ്റർ? 3 എണ്ണം ശരിയാണ്. You know all the 3 answers. So you have to enter all 3 answers. Team C and Team D, നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്ലീസ് എൻ്റർ ആൻഡ് സബ്മിറ്റ് യുവർ ആൻസേഴ്സ്. 1, 2, 3 ഇൻ ദാറ്റ് ഓർഡർ. ടീം ബി നിങ്ങൾ റെഡിയാണോ? പ്ലീസ് വെയിറ്റ്. ടീം സി, ടീം ഡി നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ ഇത്? മലയാളത്തിലെ ഐക്കോണിക് മൂവീസ് എന്ന് പറയുന്ന കൾട്ട് സ്റ്റാറ്റസ് ഉള്ള മൂവീസ് ആയിരുന്നു അത്. ടീം എ, യു എൻ്റർ യുവർ ആൻസർ ആൻഡ് സബ്മിറ്റ് ഇറ്റ്. ഡൺ. ടീം ബി, ഗഫൂർ കാ ദോസ്ത് കുട നന്നാക്കാനുണ്ടോ? ഗഫൂർ കാ ദോസ്ത് നാടോടിക്കാറ്റ്. ഗഫൂർ കാ ദോസ്ത് നാടോടിക്കാറ്റ്. കുട നന്നാക്കാനുണ്ടോ? മിഥുനം. മിഥുനം. മറ്ററിയില്ല. നാടോടിക്കാറ്റ്, മിഥുനം. അതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് ഞാൻ ഇവിടെ ഡോക്യുമെന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഞാൻ ശരിയാണോ തെറ്റാണോ ഒന്നും കമന്റ് ചെയ്യുന്നില്ല. ടീം സി. ഗഫൂർ കാ ദോസ്ത്, നാടോടിക്കാറ്റ്. ആ, ബാക്കി അറിയില്ല. മറ്റു 2 പറയുന്നില്ല. അറിഞ്ഞൂടാ. ശരി. പാസിംഗ് ടു ടീം ഡി. Pass. പാസിംഗ് ടു ടീം എ. ടീം എ എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നോക്കാം. അക്കരെ 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 വിനോദയാത്ര. മൂന്നാമത്തേത് എവിടെ? 2 എണ്ണമാണോ എൻ്റർ ചെയ്തത്? ദാറ്റ് ഫെച്ചസ് യു എ -50 അൺഫോർച്ചുനേറ്റ്ലി. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ. ഇത് 3ഉമാണ്. ഇനി ഈ റൗണ്ടിലെ 4ാമത്തെയും അവസാനത്തെയും ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 4. 2016 നടന്ന ഒരു സംഭവത്തെ തുടർന്ന് കാഴ്ച പരിമിതിയുള്ള ആളുകൾ പ്രതിഷേധിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ജ്യോതിർഗമയ എന്ന ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. 2016 നവംബറിൽ നടന്ന എന്ത് സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധം? കാരണം ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ദാറ്റ് ഈസ് ടീം സി ഓൺ ദ ബസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ടു ടീം എ, ടീം ബി ആൻഡ് ടീം ഡി. നിങ്ങൾക്ക് ബസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ബസർ ചെയ്യാം. പൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം ബി പൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. വാട്ട് ഒക്കേഷൻ ഇൻ 2016, 2016 എന്ത് സംഭവത്തെ തുടർന്നുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? കാഴ്ച പരിമിതരായ ആളുകൾ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. എന്തിനെതിരെ? സോ ടീം സി എൻ്റർ യുവർ ആൻസർ ആൻഡ് സബ്മിറ്റ്. ഓൾ റൈറ്റ്. സോ നമ്മുടെ ചോദ്യം ടീം എയിൽ നിന്ന് ആരംഭിക്കുന്നു. എന്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു? They banned the notes in 2016. It was against? Like the currency, that the new currencies were in same size. So the blind people couldn't understand. So what is the answer? Banning the currency. You mean demonetization? Is that your answer? Demonetization? Yeah.
in 2016. Yeah. 2016 ഡിമോണിറ്റൈസേഷനെതിരെയുള്ള പ്രതിഷേധമാണ് ചിത്രത്തിൽ കാണുന്നത് എന്നാണ് ദേവമാതാ കോളേജിലെ ആൻഡൺ ലിൻഡോയും ക്രിസ് ഇമാനുവൽ മാത്യുവും പറയുന്നത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. 100 points to team A. വെൽ ഡൺ. ഡിമോണിറ്റൈസേഷൻ. ടീം സിയുടെ ഉത്തരം എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. ടീം സി പൗണ്ട് ചെയ്ത ഉത്തരം എന്താണ്? ബാനിങ് ഓഫ് നോട്ട്സ്, ഡിമോണിറ്റൈസേഷൻ, അത് തന്നെയാണ് ശരിയായ ഉത്തരം. 100 points to ടീം സി, 100 points to ടീം എ. വെൽ ഡൺ. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രവേശിക്കുന്നു. അപ്പോൾ റൗണ്ട് 2ന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാലും ഒന്നുകൂടെ പറയാണ്. യു ക്യാൻ പ്രസ് ദി ബസർ ആസ് മെനി ആസ് ടൈം യു ക്യാൻ. 100 points ആയിരിക്കും നിങ്ങളുടെ റൈറ്റ് ആൻസറിന് കിട്ടുക. -50 points ആയിരിക്കും ഇഫ് യു ഹാവ് ആൻസർഡ് ഇറ്റ് റോങ്. ഓക്കെ, വി ആർ ഗെറ്റിംഗ് ഇൻ ടു റൗണ്ട് 2. ക്ലോക്ക് ഇറ്റ്. ക്ലോക്ക് ഇറ്റ് റൗണ്ട് ഈസ് ഓൾ അബൌട്ട് സ്പീഡ്. നിങ്ങളുടെ സ്പീഡും അക്യുറസിയും ടെസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറിവിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി, സ്കിൽ, സ്പീഡ്, ഒബ്സർവേഷൻ, അനാലിറ്റിക്കൽ സ്കിൽ, ലോജിക്കൽ റീസണിംഗ്, ലാറ്ററൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്ന റൗണ്ടാണ്. 4 ചോദ്യങ്ങൾ, 400 പോയിന്റുകൾ. റെഡി? ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. ക്ലോക്ക് ഇറ്റ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ സ്ട്രക്ചറാണ്. എന്തോ യെസ്, ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആൻസർ പറയാൻ വേണ്ടി ബസറിൽ വിരലമർത്തുന്നു. കോട്ടയത്ത് നിന്ന് കാർത്തികും ശരണും. ഈ സ്ട്രക്ചർ ഏത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ടീം സി, എന്താണ് നിങ്ങളുടെ ഉത്തരം? ലൂവർ മ്യൂസിയം. ലൂർ മ്യൂസിയം ആണോ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? അബ്സല്യൂട്ട്ലി റൈറ്റ്, ദാറ്റ് ഈസ് ലൂർ മ്യൂസിയം. വെൽ ഡൺ. 100 to ടീം സി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 6. These are different types of what? സരസ്വതി, രുദ്ര, വിചിത്ര, ചിത്ര, ബൊബ്ബിലി, മൈസൂർ, ഇങ്ങനെ പലതരത്തിലുണ്ട്. എന്താണ് ഇവയൊക്കെ? All these are different varieties of what? ഇത് കലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഫൈൻഡ്സ് മെൻഷൻ ഈവൻ ഇൻ ഋഗ്വേദ. ഋഗ്വേദത്തിൽ പോലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, കാരണം നിങ്ങൾ ഒരുപാട് വർഷം കേട്ടിട്ടുണ്ട് സരസ്വതി, രുദ്ര. യെസ്, ടീം സി ഓൺ ദ ബസർ അഗൈൻ. കോട്ടയം ടീം, ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീണ. വീണ, തീർച്ചയായും. സരസ്വതി വീണ, രുദ്രവീണ, വിചിത്ര വീണ, ചിത്രവീണ, ബൊബ്ബിലി വീണ, മൈസൂർ വീണ, ഇതൊക്കെ വിവിധ തരത്തിൽപ്പെട്ട വീണകളാണ്. വെൽ ഡൺ. നാരദന്റെ കയ്യിലുള്ള വീണയ്ക്ക് പറയുന്ന പേര് മഹതി എന്നാണ്. കച്ചബി സരസ്വതിയുടെ കയ്യിലുള്ള വീണയാണ്. വിത്ത് ദാറ്റ് 100 points അഗൈൻ ടു ടീം സി, കോട്ടയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് റൗണ്ട്. നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ലോഗോയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1952, ഹെഡ്ക്വാർട്ടേഡ് ഇൻ തൃശൂർ. ഈ സ്ഥാപനം ആരംഭിച്ച വ്യക്തിയുടെ പേര് തോമസ് മുണ്ടശ്ശേരി എന്നാണ്. ഇദ്ദേഹം ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ഇദ്ദേഹത്തെ കളിയാക്കി ഇലക്ട്രിക് തോമ എന്ന് വിളിച്ചത് VKN ആണ്. തോമസിനെ ഇലക്ട്രിക് തോമ എന്ന് വിളിക്കാൻ കാരണം ഈ സ്ഥാപനമാണ്. ഇത് കേരളത്തിലെ ഒരു പുസ്തക പ്രസാധകരാണ്. കേരളത്തിലെ ബുക്ക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഫേമസ് പബ്ലിഷേഴ്സ് ഇൻ കേരള നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ പേര് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. ആൻഡ് ഈ പേരാണ് ഇദ്ദേഹത്തിനെ ഇലക്ട്രിക് തോമ എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ക്ലൂ ആയിട്ട് എടുക്കാം. ഡാഷ് ബുക്സ്. യെസ്, ഇലക്ട്രിക് തോമ എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പേര്? ബസറിൽ വിരലമർത്തുന്നു ടീം ബി, ദാറ്റ് ഈസ് ഫ്രം എറണാകുളം. DC books. Not DC books, that was a good guess. What is the connection between DC അല്ലേ? Unfortunately not DC books. It's still open to all 4 teams. DC ബുക്ക് ആരംഭിച്ച വ്യക്തിയുടെ പേര് DC കിഴക്കേമുറി എന്നാണ്. ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. ഇലക്ട്രിക് തോമ എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും ആ പേര്? യെസ്, ഓൺ ദ ബസർ ടീം ഫ്രം തൃശൂർ. Current books. Current books is the right answer. Well done. Plus 100 to team A. The right team got it. Question number 7, that was ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. Easy one this time. What connects these 3? An Australian software company, a jewelry brand and a famous cycle brand. And this is the logo of that Australian software company. If you look at the logo carefully, if you observe it carefully, നിങ്ങൾ കൃത്യമായിട്ട് അത് ഒബ്സർവ് ചെയ്താൽ you will find a character in this, and that itself is the name of the brand. എന്തോ ചെയ്യുന്ന ഒരാളെ പോലെയാണ് അത് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത്. സോ വിച്ച് ക്യാരക്ടർ കണക്ട്സ് ദീസ് 3? ഓസ്ട്രേലിയൻ സോഫ്റ്റ്വെയർ കമ്പനി, ജ്വല്ലറി ആൻഡ് സൈക്കിൾ. എന്താണ് ഇതിനെ മൂന്നിനെയും പൊതുവായി ബന്ധിപ്പിക്കുന്ന ആ പേര്? യെസ്, ടീം എ. Atlas. You have Atlas jewelry. You have Atlas cycles.
വാട്ട് മേഡ് യു സേ അറ്റ്ലസ്? എന്തുകൊണ്ടാണ് അറ്റ്ലസ് പറഞ്ഞത്? The character looks like the Greek ദ giant. ലോഗോ ലുക്സ് ലൈക്ക് അറ്റ്ലസ്. ആണോ? ഗ്ലോബ് കയ്യിൽ ഉയർത്തി തോളിൽ വെച്ച് നിൽക്കുന്ന അറ്റ്ലസിനെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ? ദാറ്റ് Yes. ഈസ് ബ്രില്യൻറ്റ് ഒബ്സർവേഷൻ ആൻഡ് റൈറ്റ് ആൻസർ. അറ്റ്ലസ് ജ്വല്ലറി ആൻഡ് അറ്റ്ലസ് സൈക്കിൾസ് വളരെ പ്രശസ്തമായ ബ്രാൻഡാണത്. ഓസ്ട്രേലിയൻ സോഫ്റ്റ്വെയർ കമ്പനിയുടെ പേരും അറ്റ്ലസ് എന്ന് തന്നെയാണ്. ആൻഡ് ഇദ്ദേഹത്തെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞ അറ്റ്ലസ് രാമചന്ദ്രൻ സർ. 100 points ടു ടീം എ. വെൽ പ്ലേഡ്. 2 റൗണ്ടുകൾ കഴിയുമ്പോൾ മൂന്നാമത്തെ റൗണ്ടായ ദി ക്ലച്ച് ഫാക്ടറിലേക്ക് പോകുന്നതിന് മുൻപ് നിലവിലുള്ള സ്കോർ എന്താണെന്ന് അറിയാൻ നമ്മൾ വീണ്ടും വിളിക്കുന്നു ജൂലിയറ്റിനെ. So let's move on to the scoreboard for the scores. Team A 350 points. B it's 50 points. Team C it's 400 points. Team D 0 ആണ്. Star TV Star Quiz Challenge, Asianet News, Proud to be an Indian Quiz മുതലായ ക്വിസ് മത്സരങ്ങളിലെ വിജയിയും കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് 1ാം റാങ്ക് നേടി UAE ഗോൾഡൻ വിസയും സ്വന്തമാക്കിയ IQA ഏഷ്യയുടെ ആദ്യ സ്റ്റുഡന്റ് അംബാസഡർ മിസ്റ്റർ ആദിൽ അബ്ദുൽ ഖാദർ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ വെൽക്കം ചെയ്യാം. ആദിൽ സർ, ക്ലച്ച് ഫാക്ടറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് റൗണ്ട് 3, ദി ക്ലച്ച് ഫാക്ടർ. നേരത്തെ റൗണ്ട് പോലെ തന്നെ ബസർ റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഈസ് ദ നോം. നിങ്ങൾ ബസർ എത്രയും പെട്ടെന്ന് അടിക്കാൻ ശ്രമിക്കുക. ഈ റൗണ്ടിലെ ഒരേ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ 100 പോയിന്റിന് പകരം ഗസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ 150 പോയിന്റ് ഓരോ ശരി ഉത്തരങ്ങൾക്കും ലഭിക്കും. പക്ഷേ തെറ്റിയാൽ -50ക്ക് പകരം -100 ആയിരിക്കും. സോ ഹയർ ദ റിസ്ക് ഹയർ ദ റിവാർഡ്. ഈ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ ഇടതുവശത്ത് കാണുന്നത് ലിബ്ര പാൻഡോ എന്ന് പറയുന്ന സിമ്പിളാണ്. നമ്മൾ UK പൗണ്ട് എന്ന യൂണിറ്റ് ഉണ്ടല്ലോ വെയിറ്റിനുള്ളത്, അത് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു സിമ്പിളാണ്. പക്ഷേ ഇതിനെ പിൽക്കാലത്ത് മറ്റൊരു സിമ്പിളായി മോഫ് ചെയ്തു, അതിനെ മാറ്റി വന്നു. എനിക്ക് വേണ്ടത് മോഡേൺ ടൈംസിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. 2007 ക്രിസ് മെസ്സിനെ ആണ് ഈ ഒരു കാര്യം ആദ്യമായി ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് നാം പ്രത്യേകിച്ച് യുവാക്കൾക്ക്, യങ്സ്റ്റേഴ്സ് കൂടുതലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്രിസ് മെസ്സിനെ ആദ്യമായി ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നത് ട്വിറ്ററിലാണ്. ഇപ്പോൾ എക്സ് എന്നറിയുന്ന, പണ്ട് ട്വിറ്റർ എന്നറിയുന്ന സർവീസിലേക്കാണ് ആദ്യമായി ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നത്. എനിക്ക് വേണ്ടത് ദ നെയിം ഓഫ് എ പ്രാക്ടീസ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളോ അതോ റീലുകളോ ഒക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്രാക്ടീസിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ നമ്മുടെ പഴയ മൊബൈൽ ഫോണുകളിലൊക്കെ കീപാഡിൽ അവസാനത്തെ റോവിൽ കാണാൻ സാധിക്കും. പറഞ്ഞപ്പോഴേക്കും അവർ ഗസ്റ്റ് അടിച്ചു. സോ ക്രിസ്, ആന്റോൺ, നിങ്ങളുടെ ഉത്തരം എന്താണ്? Hashtag. സോ ദേ ആർ സേയിങ് ഹാഷ്ടാഗ് പോലെ തോന്നുന്നുണ്ടോ ആ ഒരു സിമ്പിൾ? ആൻഡ് വാട്ട് മേഡ് യു ഗെറ്റ് ടു ദി ആൻസർ? When you mentioned the keypad phones. Nice. So you did see a keypad phone in your life, right? Yeah. Perfect answer. Well done. Plus 150 to Team A from Thrissur. ഹാഷ്ടാഗ് ആണ് 2007 ക്രിസ് മെസ്സിനെ ട്വിറ്ററിൽ കൊണ്ടുവന്നത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Second question of this round on your screens now. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അതിനു മുമ്പേ ഭവൻസ് തിരുവാങ്കുളം എനിക്കൊരു ഉത്തരം തരുന്നു. നിങ്ങളുടെ ഉത്തരം എന്താണ്? ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. സോ വിത്ത് ദാറ്റ് ബ്രില്യൻറ്റ് ആൻസർ, മൂന്നാമത്തെ ചോദ്യം ഓൺ യുവർ സ്ക്രീൻസ് നൗ. ചിത്രത്തിൽ കാണുന്നത് 2 ജിയോഗ്രാഫിക്കൽ ലാൻഡ്മാർക്സ് ആണ്. രണ്ടിൻ്റെയും പേര് നിങ്ങളുടെ മോണിറ്ററിൽ കാണുന്ന ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ 2 ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സിന്റെ പേരിൽ ബിൽഡിങ്ങുകൾ ഉള്ള ഒരു സ്ഥാപനത്തിന്റെ പേരാണ് വേണ്ടത്. An institution that has 2 buildings named after these 2 geographical landmarks. വളരെ ഫേമസ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അതോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ടീം ഡി ഫ്രം മലപ്പുറം, നിങ്ങളുടെ ഉത്തരം എന്താണ്? IIT. അൺഫോർച്ചുനേറ്റ്ലി അത് -100 ആണ്. ഐ എം സോറി, എനിക്കൊരു സ്പെസിഫിക് ആൻസർ ആണ് വേണ്ടത്. കാരണം IIT പലതും ഉണ്ടല്ലോ. നിങ്ങൾക്കൊരു ക്ലൂ കൂടി ഞാൻ തരാം.
ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലാണ്. ഓക്കെ, ദ ടീം ഫ്രം തൃശ്ശൂർ ടേക്കിംഗ് ഇറ്റ്. IIT പാലക്കാട്. IIT പാലക്കാട്. അപ്പോൾ ആ 2 ബിൽഡിങ്സിന്റെ പേരെന്താണ്? ചിത്രത്തിൽ കാണുന്ന ലാൻഡ്മാർക്സ് ഒന്ന് പറഞ്ഞുതരോ? ഭാരതപ്പുഴ ആൻഡ് വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, സോ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. വെസ്റ്റേൺ ഘാട്സിന്റെ മറ്റൊരു പേരാണ് സഹ്യാദ്രി. പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം ഓഫ് കോഴ്സ് ഇൻ മലയാളം, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പേര് സഹ്യാദ്രിയാണ്. സോ നിള ആൻഡ് സഹ്യാദ്രി ആർ ദ നെയിംസ് ഓഫ് ദ 2 campuses. IIT പാലക്കാടിലെ 2 ക്യാമ്പസുകളുടെ പേരാണ്. സോ ടീം എ ആബ്സല്യൂട്ട്ലി ഗെറ്റിംഗ് ഇറ്റ്. 150 points to team A. ലാസ്റ്റ് ചോദ്യം ഓൺ യുവർ സ്ക്രീൻസ് നൗ. ഇമേജിൽ കാണുന്നത് ആപ്പിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ അതിന്റെ മുകളിൽ മെസ്സേജ് പാഡ് എന്ന് കാണാമോ? അത് അതിന്റെ ഹാർഡ്വെയറിന്റെ പേരാണ്. അതിന്റെ ഉള്ളിൽ ബ്ലാങ്ക് ചെയ്യപ്പെട്ട ഒരു പേരുണ്ട്. ആ പേരാണ് എനിക്ക് വേണ്ടത്. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ സംവൺ വെരി ഫേമസ്. അതിലേക്കുള്ള ഒരു ക്ലൂ ആണ് ഞാൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഞാൻ തന്നിട്ടുള്ളത് ഒരു ഫിസിക്കൽ യൂണിറ്റിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ആ ഫിസിക്കൽ ഒരു സംഭവത്തിന്റെ SI യൂണിറ്റ് ആണ് നിങ്ങളുടെ ആൻസർ. ടീം ഡി മലപ്പുറത്ത് നിന്നുള്ള ആൻസർ എന്താണ്? ന്യൂട്ടൺ. ന്യൂട്ടൺ. അതെങ്ങനെയാണ് ന്യൂട്ടൺ എന്ന ക്ലൂ വന്നത്? ഫോഴ്സിന്റെ യൂണിറ്റ്. ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞപ്പോൾ MLT⁻⁻2 ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അൺഫോർച്ചുനേറ്റ്ലി മറ്റുള്ള ടീമുകൾക്ക് they got it right. +150 to ടീം ഡി. ന്യൂട്ടൺ തന്നെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റായ ഉത്തരം. ആപ്പിളിന്റെ ന്യൂട്ടൺ ഡിജിറ്റൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നാണ് പിന്നെ ഐപാഡിലേക്കും ഐഫോണിലേക്കുള്ള പല കാര്യങ്ങളും ആപ്പിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വിത്ത് ദാറ്റ് we end the clutch factor. So, let's move on to scoreboard. Team A, 650 points. Team B, it's 200 points. Team C, 400 points. Team B, 50 points. Round 4 ലേക്ക് പോവാണ്. Round 4-ന് we have to welcome നമ്മുടെ സ്വന്തം സ്നേഹിത് sir. Be ready for round 4. It's plot twist. പ്ലോട്ട് ട്വിസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് ബിഡിംഗ് റൗണ്ട് ആണ്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ബിഡ് ചെയ്യുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. 50, 100, 150, 200. യു ക്യാൻ ഗോ ഫോർ 50, 100, 150 ഓർ 200. എത്ര പോയിന്റ് ആണ് നിങ്ങൾ ബിഡ് ചെയ്യുന്നത് അത്ര തന്നെ പോയിന്റുകൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും, തെറ്റാണെങ്കിൽ അത്ര തന്നെ പോയിന്റുകൾ നഷ്ടപ്പെടും. ഓൾ 4 ടീംസ് റെഡി? ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. കോമ്പറ്റീറ്റീവ് ബിഡിംഗ് റൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. 1950s. യെസ്. ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ ടീം ബി, കെവിൻ ആൻഡ് ഷിക ഓൺ ദി ബസർ. ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടില്ല. ഹൗ മെനി പോയിന്റ്സ്? 200. 200. They are going for the kill. എന്റെ ചോദ്യം എന്താണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. But you are going for 200 points. So what is your answer? മലബാർ. മലബാർ. So what is my question? കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴുള്ള 5 ജില്ലകൾ. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴുള്ള 5 ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ. 5ാമത്തെ ജില്ല മലബാർ. മലബാർ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. റൈറ്റ് ആൻസർ. വെൽ ഡൺ. 200 to team B, Kevin and Shika. Question number 14. Srijanpal Singh co-authored this book titled What Can I Give? Life Lessons from My Teacher. On the buzzer, team C. എത്ര പോയിന്റുകൾ? 200 points. They are also going for the kill. എന്താണ് എന്റെ ചോദ്യം എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. For 200 points. What is your answer? APJ അബ്ദുൽ കലാം. അപ്പൊ എന്താണ് ചോദ്യം? ശ്രീജൻപാൽ സിംഗ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പുസ്തകം രചിച്ചിട്ടുണ്ടെന്ന് അത് തോന്നുന്നു. ശരിയാണ്, പക്ഷെ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആര് എന്നായിരുന്നു. Can I give എന്ന പേരിൽ APJ അബ്ദുൽ കലാം. നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ആ ഉത്തരം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തി ആര് എന്നായിരുന്നു. ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തി മറ്റാരുമല്ല, APJ അബ്ദുൽ കലാം തന്നെയായിരുന്നു. 200 points. Well done. ശ്രീജൻപാൽ സിംഗിന്റെ മെന്റർ മറ്റാരുമല്ല, APJ അബ്ദുൽ കലാം തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. യെസ്, ഓൺ ദി ബസർ ടീം സി. ഞാൻ ചോദിച്ചിട്ടില്ല. അഗെയിൻ നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാം, പക്ഷേ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വന്നാൽ ഞാൻ നെഗറ്റീവാണ് തരാം. നിങ്ങൾക്ക് ഒറ്റ ഉത്തരേ പറയാൻ സാധിക്കൂ. എത്ര പോയിന്റിന് എന്ന് ആദ്യം പറയൂ. 100 points. 100 പോയിന്റ്. 100 points. They are going for 100 points. ടീം എ, ടീം ബി, ടീം ഡി, നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്.
Nobody. So team C is going for it. ഒറ്റ ഉത്തരം. If you explain that will be a negative. C. ടാസ്മേനിയ. Tasmania. ഈ Is your ആനി- answer? No explanation. Your answer is Tasmania. Let me record your answer first. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഏബേൽ എന്ന് പറഞ്ഞ വ്യക്തിയെയാണ്. 1603 എന്ന വർഷം ഡച്ച് റിപ്പബ്ലിക് കാണാം. പിന്നെ ഒരു ജീവിയെയും കാണാം. ഇനി നിങ്ങൾക്ക് ടാസ്മാനിയ എന്ന ഉത്തരം ആ ജീവിയുടെ പറയാനുള്ള പേര് explanation. ടാസ്മേനിയൻ ഡെവിൾ എന്നാണ്. ഈ ജീവിയുടെ പേര് ടാസ്മാനിയൻ ഡെവിൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ ടാസ്മാനിയൻ ഡെവിൾ എന്നല്ല ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ട് ടാസ്മാനിയ എന്ന് പറഞ്ഞു? മറ്റേ വ്യക്തിയുടെയും ജീവിയുടെയും ചിത്രം കാണിച്ചുകൊണ്ട് രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ളതായിരിക്കും എന്ന് അപ്പോൾ ഈ വിചാരിച്ചു. ഏബേലിന് എന്താണ് ടാസ്മാനിയ ആയിട്ടൊരു കോമൺ ഫാക്ടർ? അറിയത്തില്ല. അതറിയത്തില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ടാസ്മാനിയ പറഞ്ഞു? ആബേൽ ജാൻസൂൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗം ആബേൽ ജാൻസൂൺ ടാസ്മാൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെയാണ് ടാസ്മാനിയയ്ക്ക് ആ പേര് ലഭിച്ചത്. ബ്യൂട്ടിഫുൾ ആൻസർ. ദാറ്റ് ഈസ് എ 100 pointer ടു കോട്ടയം. സോ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിലെ അവസാനത്തെ ചോദ്യം. എനിക്ക് വേണ്ടത് ഒരു പ്രതിഷേധമാണ്. കേരളത്തിൽ നടക്കാറുള്ള ഒരു പ്രതിഷേധം. വാട്ട് ടൈപ്പ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. കേരളത്തിൽ നടന്ന ഒരു പ്രതിഷേധം 1987 August 15 കേരളത്തിൽ ഇത് ആദ്യമായി നടന്നത്. ദിസ് പ്രൊട്ടസ്റ്റ് ഹാപ്പൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1987 എന്നാണ് പറയുന്നത്. ഈ ടൈപ്പ് പ്രതിഷേധമായിട്ടാണ് പലപ്പോഴും ഇത് കാണാറുള്ളതെങ്കിലും ചില കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഇത് ചെയ്യാറുണ്ട് ജനങ്ങൾ. ഒരുപാട് ജനങ്ങൾ ഒത്തുചേരുന്ന പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നടന്നപ്പോൾ ഈവൻ പണ്ഡിറ്റ് രവിശങ്കർ പോലും പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ മഹാസംഭവം വിജയമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിലെ ദേശാഭിമാനികളായ ചെറുപ്പക്കാരെ എൻ്റെ വിജയാശംസകൾ അറിയിക്കുക. സോ he sent his message. ഇതിനെക്കുറിച്ച് പി ഭാസ്കരൻ ഒരു കവിത തന്നെ രചിച്ചു. നാടിനു വേണ്ടി ചോര തിളയ്ക്കും നാടി നിറമാല, നാടിൻ വാടാ മലർമാല, പുതിയൊരു വാടാ മലർമാല എന്ന് ഒരു പ്രതിഷേധത്തിന് വേണ്ടി, ഒരു പ്രതിഷേധത്തെക്കുറിച്ച് ഒരു കവിത തന്നെ രചിച്ചു പി ഭാസ്കരൻ. നിരവധി ആളുകൾ ഇതിൽ പങ്കെടുത്തു. ആനന്ദ്, VKN, കുഞ്ഞുണ്ണി മാഷ്, ONV, സുഗതകുമാരി, ഒളപ്പമണ്ണ, പ്രൊഫസർ തിരുനെല്ലൂർ കരുണാകരൻ, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, ചെമ്മനം ചാക്കോ, ദ ഹൂ ഇസ് ഹൂ ഓഫ് കേരള, ഇവരൊക്കെ ഇതിൽ പങ്കെടുത്തു. മാത്രമല്ല വേറെയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. സോ വാട്ട് കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ആർ വി ടോക്കിംഗ് അബൌട്ട്? ഇപ്പോഴും ഇത് ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഇപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ആർ വി ടോക്കിംഗ് അബൌട്ട്? ആൻഡ് ടീം എ ഗോയിങ് ഫോർ ഇറ്റ് ഫോർ വാട്ട് പോയിന്റ്സ്? എത്ര പോയിന്റുകൾ? 150. 150. Team A is going for 150 points. Team B, what's your stake? You know where you stand now. Team C, Team D. 200 പോയിന്റിന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ടീം ബി, ഭവൻസ് തിരുവാങ്കുളം, കെവിൻ ആൻഡ് ഷിഖ. 200 definitely. So what kind of protest? എന്ത് തരം പ്രതിഷേധം? What is being organized? Answer. കാളവണ്ടി സമരം. കാളവണ്ടി സമരം. Is that your answer? Not the right answer. So it's still open to all 4 teams. Team A can go for it again. എത്ര പോയിന്റുകൾക്ക്? 200 point. 200 points. Superb. എന്തിനെ കുറിച്ചാണ് നാം? നിരാഹാര സമരം. നിരാഹാര സമരം. Is a minus 200 to you. Not നിരാഹാര സമരം, നോട്ട് കാളവണ്ടി സമരം. മറ്റൊരു തരത്തിലുള്ള പ്രതിഷേധമാണ്. ഇത്രയും ജനങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ജനങ്ങൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഇത് സംഘടിപ്പിക്കാറുണ്ട്. ടേക്ക് ഇറ്റ് ആസ് എ ക്ലൂ. നിങ്ങൾ ഇനിയെങ്കിലും ബസ്സടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സിമ്പിൾ ക്ലൂ തന്നത്. കേരളത്തിന്റെ യെസ് ടീം സി കോട്ടയം എത്ര പോയിന്റ്? 50 points. 50 points ആണ് അവരെടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓപ്പൺ ടു യു ഓൾ 3. ഞാനിപ്പോൾ തന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലൂ ആണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. നിങ്ങൾ എപ്പോഴെങ്കിലും വാർത്തയിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. വളരെ സിമ്പിൾ ആണ്. ടീം എ, ബി ആൻഡ് ഡി, ലാസ്റ്റ് ചാൻസ്. ഓൺ ദി ബസർ, ടീം എ ഫോർ ഹൗ മെനി പോയിന്റ്സ്? 100. 100. ടീം എ 100, ടീം സി 50. സോ ടീം എ ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ടീം ബി, സി ആൻഡ് ഡി. നൗ ഇറ്റ്സ് ഫോർ യു 3. അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ഈ ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള അവസാനത്തെ അവസരം. നോട്ട് ഗോയിങ് ഫോർ ഇറ്റ്? യെസ് ടീം ഡി ഫോർ ഹൗ മെനി പോയിന്റ്സ്? 150. 150 പോയിന്റ്സ്. സോ 100 നിന്ന് 150. ആൻഡ് ടീം ഡി മലപ്പുറം. ഇനി ഒറ്റ 200. ഓപ്ഷനേ ഉള്ളൂ. 200. ദാറ്റ്സ് ഇറ്റ്. അതല്ലേ ഇത് ഗെയിമിന്റെ രസം, അതാണ്. സോ എന്ത് തരം പ്രതിഷേധം? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന ലോങ് മാർച്ച്. ലോങ് മാർച്ച് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ലോങ് മാർച്ച് അല്ല എനിക്ക് വേണ്ട ഉത്തരം. സോ ദാറ്റ് ഈസ് എ minus 200. ഇറ്റ്സ് സ്റ്റിൽ ഓപ്പൺ. ടീം എ 200. 200. വാട്ട് ഈസ് ദിസ്? ഹ്യൂമൻ ചെയിൻ. ഹ്യൂമൻ ചെയിൻ മീൻസ് വാട്ട്? മനുഷ്യ ചങ്ങല. മനുഷ്യ ചങ്ങല. വെൽ ഡൺ. ദാറ്റ് ഈസ് 200 points. മനുഷ്യ ചങ്ങല ആദ്യമായി നടന്നതിനെ കുറിച്ചാണ് നാം ഇത്രയും നേരം പറഞ്ഞത്. ഈ ക്വാർട്ടർ ഫൈനലിൽ നിന്നും സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്ന ആ 2 ടീമുകൾ ആരൊക്കെയെന്ന് അറിയാൻ ജൂലിയറ്റ് പ്ലീസ്.
കണ്ട ടീമുകളില് മൈക്ക് തട്ടിപ്പറിക്കുന്ന ഒരു ആവേശം കണ്ട ടീം ഇതാണ്. സ്കോർ ബോർഡിലേക്ക് നമ്മൾ നോക്കാൻ പോവാണ്. ലെറ്റ്സ് സീ ദി സ്കോർ ബോർഡ് നൗ. ടീം A 650 points. Team B it's 200 points. Team C it's 700 points. Team D it's -150. So now let's invite the guest of the day, Gopika ma'am. And I would like to invite Adil sir also. Team D GVHSS Makkaraparambu Malappuram, Diba Afia K and Shifa N. Let me invite Team B, Bhavans Tiruvankulam from Ernakulam. It's Kevin K. Rijoy and Shika R. Semi-final lecce kadakkunnu. The first team is Team A, Devamata CMI International School from Thrissur. Anto Lindo and Chris Emmanuel Matthew. Team C, Emmanuel's HSS Kodanallur from Kottayam, Karthik P and Sharan Kennedy. Amrita Vishwa Vidyapeetham presents IQA State Quizzing Championship Season 2 co-powered by KSFA. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇതിലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ജൂലിയറ്റ് ആൻഡ് സ്നേഹിത് സർ. സോ ടിൽ ദെൻ ഹാപ്പി ക്വിസിംഗ്. So we are starting team A. മധ്യപ്രദേശ് സ്പേസ് ട്രാവൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. റബ്ബർ That is a -150 again.